ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയാലോ. സോ അതിന് ഞാൻ ഈ ഒരു റൈസാണ് എടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ദാവത്ത് സൂപ്പർ ബസുമതി റൈസ്. സോ ഇത് ലോങ്ങസ്റ്റ് റൈസ് ഗ്രെയിൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഇതുകൊണ്ട് ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. കം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഞാൻ ഒരു 1 കപ്പ് റൈസാണ് എടുക്കുന്നത്. ഒരു ഗ്ലാസ്സിൽ റൈസ് എടുത്തിട്ട് നമ്മളിത് 2-3 ടൈംസ് വാഷ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ 1 കപ്പ് എടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. സോ റൈറ്റ് നൗ ഞാനിവിടെ 1 കപ്പാണ് എടുക്കുന്നത്. സോ ഈ റൈസിൻ്റെ പ്രത്യേകത ഉണ്ട്, ഇറ്റ്സ് സോ നൈസ്. അപ്പോൾ നമുക്ക് ഈ റൈസ് കൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ലെറ്റ് us see. ഓക്കെ, ഇറ്റ്സ് എ ലോങ് റൈസ്, ലോങ്ങസ്റ്റ് റൈസാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇത് നമ്മളൊരു 2-3 ടൈംസ് കഴുകേണ്ടതാണ്. അപ്പോൾ ഞാനിതൊരു 2-3 ടൈംസ് കഴുകുകയാണ് കേട്ടോ. നന്നായിട്ട് റെഡി ഇങ്ങനെ കഴുകണം. ഞാൻ 2-3 ടൈംസ് ഇത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വെള്ളത്തിൽ ഇതൊരു അരമണിക്കൂർ നമ്മൾ സോക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. അത് നന്നായിട്ട് ഒന്ന് കുതിരുന്ന വരെ. സോ 1/2 hour നമുക്കിങ്ങനെ സോക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നതിന് എടുത്തിരിക്കുന്നത് കൂണാണ്, അതായത് മഷ്റൂം. സോ ഈ മഷ്റൂമും കുറച്ച് ഗ്രീൻ പീസ്, ഉള്ളി, തക്കാളി, പൊട്ടാറ്റോ, പിന്നെ വേണമെങ്കിൽ നമുക്കൊരു കുറച്ച് സ്വീറ്റ്നെസ്സിന് സ്വീറ്റ് കോൺ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ വേണ്ട, സ്വീറ്റ് കോൺ രാവിലെ ഞാൻ പാസ്ത ഉണ്ടാക്കിയപ്പോൾ ഞാൻ ആഡ് ചെയ്തു. സോ ഐ വോണ്ട് സ്വീറ്റ് കോൺ. സോ അതിന് പകരം ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഞാൻ ഇനി ഇതിന് ഇടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മഷ്റൂം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ സ്ലൈസ് ആ രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് പൊട്ടാറ്റോ, ഓണിയനും നീളത്തിൽ അരിഞ്ഞിരിക്കുന്നത്, പച്ചമുളക്, ആവശ്യത്തിന് എരിവ് എങ്ങനെയാണ് നിങ്ങളുടേത് അതേപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഒരു 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്, ലോങ് ആയിട്ടുള്ള പച്ചമുളക്. ദെൻ തക്കാളി, ഇറ്റ് ഈസ് ഓപ്ഷണൽ, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ആൻഡ് ദെൻ ഞാൻ ഈ കൂണൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ കുറച്ച് ഗ്രീൻ പീസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതും നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ വെജിറ്റബിൾസ് ഇന്ന് വെജ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഏകദേശം അരമണിക്കൂറായി. ഞാനിനി ഇതൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഞാൻ മാറ്റി വെക്കാൻ പോവാണ്. പിന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കുന്നതിനകത്ത് ഇടേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. ബേ ലീഫ് എടുത്തിട്ടുണ്ട് ഞാനൊരു 3 എണ്ണം, പിന്നെ കുറച്ച് കുരുമുളക്, പട്ട, ഗ്രാമ്പു, പിന്നെ 2 ഏലക്ക. നല്ല മണമുണ്ട്, സോ അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ അരി തിളപ്പിക്കുന്നതിനകത്ത് ഇടേണ്ട ഇൻഗ്രീഡിയൻസ്. ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ബേ ലീഫ് ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ പട്ട, ഏലക്ക ഞാനിതൊന്ന് പൊളിച്ചിട്ടിടുന്നതാണ് നല്ലത് തോന്നുന്നു. ഇത് പിന്നെ ബിരിയാണി ഉണ്ടാക്കുക, വെജിറ്റബിൾ ബിരിയാണി. പിന്നെ പെപ്പറും ഗ്രാമ്പും കൂടെ ഞാനിതിലേക്ക് ഇടുകയാണ്. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം, കുറച്ച് നാരങ്ങാനീര്, ഇതൊക്കെ ആക്കി പിന്നെ ഉപ്പുമൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അരി ഇതിലേക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് നെയ്യും ഉപ്പും ഒക്കെ ആഡ് ചെയ്തതാണ്. അപ്പോൾ അതിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ദാവന്ത് അരി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. സോ ഈ റൈസ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നാരങ്ങാ നീരും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ റൈസ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു അരോമയാണ് കേട്ടോ വരുന്നത്. ബാസ്മതി റൈസിൻ്റെ സ്മെല്ലും വാവ്, അടിപൊളി. നമുക്കിനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഐ തിങ്ക് സോ ഒരു 5 minutes മതിയായിരിക്കും ഈ അരി ഒന്ന് വെന്ത് വരാൻ. നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പം അരി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് അടുത്ത പ്രിപ്പറേഷനിലേക്ക് പോവാം. നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റി അതിൻ്റെ മസാലാസൊക്കെ ഇട്ട് അതിൻ്റെ കൂട്ടൊക്കെ ഒന്ന് റെഡിയാക്കാം. ബൈ ദി ടൈം അരി വേവുന്നതായിരിക്കും. ഇത് ചൂടായി വരുന്നതേ ഉള്ളൂ. ആകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കണം. ചട്ടി ചൂടായി, അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യാറ്. നമുക്കിനി ഇതിലേക്ക് പച്ചമുളക്,
അത് കഴിഞ്ഞ് ഉള്ളി ആഡ് ചെയ്യാം. നന്നായിട്ട് ഇതൊന്ന് വഴറ്റണം. ഓക്കെ, കുറച്ച് ലേശം ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് വഴറ്റാവുന്നതാണ്. സോ ദാറ്റ് വേഗം അത് വഴണ്ട് കിട്ടും. സോ നന്നായിട്ട് വഴറ്റുക. ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞ് കിടന്ന അതിൻ്റെ സ്വാദൊന്ന് വേറെയാണ്. സോ അത് നന്നായിട്ടിങ്ങനെ നീളത്തിലരിയുമ്പോഴാണ് ഇത് വേഗം മൊരി. ഇതിലേക്ക് പൊട്ടാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, അപ്പോൾ ഏതൊക്കെ വെജിറ്റബിൾസാണ് ഇഷ്ടം അതൊക്കെ ഇടാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ എന്തൊക്കെയാണ് റെഡിലി അവൈലബിൾ അതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഞാനിത് മഷ്റൂംസൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതാണ്. നന്നായിട്ടൊന്ന് വഴറ്റണം. വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഓൾ പൊടികൾ ഇടാവുന്നതാണ്. ഇതും ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പൊക്കെ കൂടെ ഇടുക. ഇനി ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ റെഡിമെയ്ഡ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അതും കുറച്ച് ആഡ് ചെയ്ത് നന്നായിട്ട് ആ പച്ചപ്പൊന്ന് മാറണം. ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് വഴറ്റി അതിൽ ആഡ് ഓൾ ദി മസാലാസ് ടു ഇറ്റ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ഇടുക. ആൻഡ് നെക്സ്റ്റ് യു ക്യാൻ ആഡ് ബിരിയാണി അല്ല കേട്ടോ, സോറി, എൻ്റെ ഗരം മസാലയാണുള്ളത്. ഞാൻ ഗരം മസാല കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റണം. ഓക്കെ, ഇങ്ങനെ നന്നായി വഴറ്റി കൊടുക്കുക. നിങ്ങൾ ഇതിൻ്റെ എരിവും ഇതൊക്കെ നോക്കിയിട്ട് മസാല വീണ്ടും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ അരി വെന്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് വാർത്ത് എടുക്കാം. വൈൽ മസാല റെഡിയായി വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ചൊന്ന് വേണമെങ്കിൽ ഒന്ന് വിസിലടുപ്പിക്കാം, അല്ലെങ്കിൽ അടച്ചു വെച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്ത് വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ചൊന്ന് തൈര് ഒരു യോജിപ്പിന്. സോ മതി, അത്രയും തൈര് ഒഴിച്ച് ഇതിൽ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഓക്കെ, നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുക. നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് കൊറിയൻഡർ, ഇതൊക്കെ പുതിന, അതൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട് പിന്നെ ചോറ് നമുക്കിതിൻ്റെ മുകളിൽ ഇടാം. എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം കുറച്ച് നേരം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ഒക്കെ ഇടുകയാണ്. ഇങ്ങനെ ഗാർണിഷ് ചെയ്ത് വയ്ക്കാം. ചിലർ ഫ്രൈഡ് ഓണിയൻസും കൂടി ഇടും. ഞാനിടുന്നില്ല. ഓൾറെഡി ഇതിനകത്ത് ഓണിയൻ ഉള്ളതുകൊണ്ട് ഞാനിടുന്നില്ല. നമുക്ക് ഓപ്ഷണലാണ് ഓണിയൻ, പിന്നെ അണ്ടിപ്പരിപ്പ്, ഇതൊക്കെ ഇങ്ങനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ നമുക്കിതിലേക്ക് ചോറ്, വെന്ത ചോറ് ഇടാം. അപ്പോൾ ഞാൻ ഈ അരി ഇതിലേക്ക് ഇടുകയാണ്. സോ റൈസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. അത് ഒന്നിൽ തൊടാതെ നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി. ഇങ്ങനെ നമുക്ക് കുറച്ച് ടൈറ്റായിട്ടുള്ള അടപ്പൊക്കെ വെച്ചിട്ട് ദമ്മ് പോലെ ഇതാക്കാം. ഓക്കെ, ഇത്ര വേണം. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ ഓക്കെ എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇങ്ങനെ അടച്ച് വയ്ക്കാം. സോ ഇത് ഓൾമോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടുന്നതായിരിക്കും. ഒരു യോജിപ്പിന് വേണ്ടിയിട്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനൊരു
പാത്രം വെച്ചിട്ടാണ് അടച്ചിരിക്കുന്നത്. സോ ആവിയൊന്നും ഇവിടെ നിന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഹൗ വിൽ ബി അവർ ബിരിയാണി. നമ്മുടെ ബിരിയാണി റെഡിയായെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളത് ഓഫ് ചെയ്തിട്ട് നമ്മളുടെ അടുത്ത് മാറ്റുകയാണ്. ഓ എൻ്റെ അമ്മ നല്ല മണമുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കണം. നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് ഇടാം. ഓക്കെ, ഇവിടുന്ന് നമ്മുടെ സ്വാദിഷ്ടമായ വെജിറ്റബിൾ ബിരിയാണി ഈസ് റെഡി. വാവ്. അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് വി വിൽ ഹാവ് ഇറ്റ്. അപ്പം എല്ലാവരും ഈ ബിരിയാണി ട്രൈ ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് എ മഷ്റൂമാണ് ഇതിനകത്ത് മുന്നിട്ട് നിൽക്കുന്നത്. സോ പ്ലീസ് ഡു ട്രൈ ഇറ്റ്. ബിരിയാണി ഈസ് റെഡി. ഞാനിത് സെർവ് ചെയ്യാണ്. മഷ്റൂം ഇസ് ഗുഡ് കുഞ്ഞ, ഇറ്റ്സ് വെരി ഗുഡ്. സോ അവർ ബിരിയാണി ഈസ് റെഡി. കുഞ്ഞോട്ടാ കം, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒരു സൈഡിൽ നിന്ന് എടുത്ത് കഴിച്ചു. വിസിറ്റ് എന്താടാ നോക്കി പറ, എങ്ങനെയുണ്ട്? ഒന്നും കൂടെ കഴിച്ചോ, കുറച്ച് ചൂടാണ്. നമുക്ക് തൈരിൻ്റെ കൂടെ കഴിക്കാം അല്ലേ? ഹൗ ഇസ് ഇറ്റ്? ഇങ്ങോട്ട് നോക്കി പറ. ഓക്കെ, അപ്പോൾ എല്ലാവരും വീട്ടിൽ പ്ലീസ് ഡു ട്രൈ ദിസ്. ഇറ്റ്സ് മഷ്റൂം ബിരിയാണി വിത്ത് ദാവത്ത് റൈസ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അവർ വെജിറ്റബിൾ ബിരിയാണി. ഹൗ ഇറ്റ് ഇസ്? യമ്മി ഗൈസ്, ഇറ്റ് ഇസ് സോ സൂപ്പർ. അതും പ്രത്യേകിച്ച് ഈ റൈസ്, ഇറ്റ്സ് വെരി നൈസ്. അപ്പോൾ എല്ലാവരും പ്ലീസ് ഡു ട്രൈ. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ബൈ.